എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അച്ഛന് മാത്രം ജോലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ജോലിയുടെ വിലയൊക്കെ പുള്ളിക്ക് അറിയാമായിരുന്നു. വീട്ടിലെ കഷ്ടപ്പാട് അറിയാമായിരുന്നു. നല്ലോണം പഠിക്കുമായിരുന്നു. അപ്പോൾ ഡിഗ്രി പാസ്സായി. അത് കഴിഞ്ഞ് മാസ്റ്റർ ഡിഗ്രി കിട്ടിയായിരുന്നു. പക്ഷേ ഈ സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ടി വരുന്നതുകൊണ്ട് പുള്ളിക്കാരി പഠിപ്പ് നിർത്തി. ഈ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു ജീവിതത്തിൽ. അച്ഛൻ്റെ വരുമാനം കുറവാണല്ലോ. അപ്പോൾ ഒരു 5 പൈസ പോലും വെറുതെ കളയത്തില്ലായിരുന്നു. ഇവരും പോകുമ്പോൾ വെള്ളം കൊണ്ടേ പോകത്തുള്ളായിരുന്നു. അത്ര കരുതലുള്ള ആളായിരുന്നു. നമ്മൾക്ക് ഇവിടെ യാത്ര ആകുമ്പോൾ അങ്ങനെ പുറത്തുനിന്ന് വെള്ളം കുടിക്കാൻ നോക്കും, അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ? ഇതങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു എക്സ്പെൻസും ഇല്ലാത്ത ആളാണ്. വീട്ടിൽ പാലൊന്നും പോകത്തില്ല. ചെറിയൊരു പൊട്ട് മാത്രം ഉപയോഗിക്കത്തുള്ളായിരുന്നു. മറ്റു പിള്ളേരെ പോലെ ഇങ്ങനെ ഒരു ലാവിഷ് അല്ലായിരുന്നു ആള്. അങ്ങനെ മാസ്റ്റർ ഡിഗ്രി പോകാമെന്ന് വെച്ചു. അങ്ങനെ പോകണ്ടെന്ന് വെച്ചിട്ട് പുള്ളിക്കാരി ജോലിക്ക് ശ്രമിക്കുകയാണ്. അപ്പോൾ ബാങ്ക് കോച്ചിങ്ങിന് പോയി. ബാങ്ക് ജോലിയും കിട്ടി. സ്വപ്നം അച്ഛനെ നോക്കണം, അമ്മേനെ നോക്കണം, അതൊക്കെയാണ് സ്വപ്നം. വളരെ കഷ്ടപ്പെടാൻ അറിയാവുന്നതുകൊണ്ടേ ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടിയപ്പോൾ ഈ പ്രൈവറ്റ് ബാങ്കിങ് ആകുമ്പോൾ ടാർജറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് കറണ്ട് അക്കൗണ്ടാണ് ടാർജറ്റ് കിട്ടിയത്. കറണ്ട് അക്കൗണ്ട് കിട്ടി. ശ്രമിച്ചു നോക്കി, ഒരുപാട് ശ്രമിച്ചു നോക്കി. എന്നിട്ടും ടാർജറ്റ് ആയില്ല. ഒരെണ്ണം കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ മാനേജർ വിളിച്ച് ഉപദേശിച്ചു, താങ്കളുടെ ഫീൽഡ് ഒന്നുമല്ല, അല്ലെങ്കിൽ തനിക്ക് ഈ ജോലി കിട്ടിയതിന് ഈ അക്കൗണ്ട് കിട്ടിയാന്ന് ഉപദേശിച്ചു. ഒരുപാട് വിഷമം പുള്ളിക്കാരിക്ക് തോന്നി. അങ്ങനെ റിസൈൻ ലെറ്റർ കൊടുത്തു. എന്നാലും മറിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ജോലി നിർത്തേണ്ട തലേ ദിവസം ഒരു കറണ്ട് അക്കൗണ്ട് കിട്ടി. എന്നാലും പുള്ളിക്കാരിക്ക് ആ മനസ്സിൽ ആ മുറിവേറ്റവും മാനേജർ ഉപദേശമൊക്കെ. അതുകൊണ്ട് ആ കറണ്ട് അക്കൗണ്ട് മാനേജറെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരി നിർത്തിപ്പോന്നു. അതിന് വേറെ ജോലിക്ക് കയറി. ഈ സർവീസ് സെൻ്ററിലുണ്ടായിരുന്നു, കസ്റ്റമർ കെയറായിട്ട് സംസാരിക്കുന്ന ജോലിയായിരുന്നു. ആ ജോലി കുഴപ്പമില്ല, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശമ്പളം കിട്ടിയാൽ ഒരു നയാ പൈസ പോലും എടുക്കാതെ വീട്ടുകാരെ ഏൽപ്പിക്കും. അങ്ങനെ കല്യാണമായി. അപ്പോൾ കല്യാണമായപ്പോൾ ഒരു ഡിമാൻഡൊന്നും ഇല്ലായിരുന്നു. വീട്ടുകാർക്ക് ഇഷ്ടത്തിന് കല്യാണം, ആ രീതിയിലായിരുന്നു. അങ്ങനെ 2 പ്രപ്പോസൽ വന്നു. ഒരു ഗൾഫുകാരൻ്റെ പ്രപ്പോസലും വന്നു, ഒരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുന്ന ആളുടെ പ്രപ്പോസലും വന്നു. വീട്ടുകാർ പിന്നെ ആ പ്രൈവറ്റ് ഫാമിലി ആളെ സെലക്ട് ചെയ്തു. അപ്പം അമ്മ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായതുകൊണ്ട് അങ്ങനെ ഒരു കരുതലുണ്ടാവും ഓർത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കൂട്ടുകാരനൊക്കെ തിരക്കിയപ്പോൾ ഇങ്ങനെ അമ്മ ഇത് പ്രത്യേക ടൈപ്പാണെന്ന് കേട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു. ഇവിടെ ഓർത്തു ഇങ്ങനെ ഈ ആള് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് മുമ്പോട്ട് വന്ന് ചിന്തിച്ചു. അങ്ങനെ ആ പ്രപ്പോസൽ ഏറ്റെടുത്തു. അപ്പോൾ ഇവിടെ അച്ഛൻ കഷ്ടപ്പെട്ടു സ്വർണ്ണമൊക്കെ ഒപ്പിച്ച് കൊടുത്തു കല്യാണത്തിന്. അവർക്ക് ഡിമാൻഡൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ കെട്ടിച്ചു കൊടുത്തു. ഇവിടെ ചിന്തിച്ചിരുന്നത് വീട്ടിലൊക്കെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ പൈസയ്ക്ക് ആവശ്യം വരത്തില്ലായിരിക്കും, അച്ഛനെ നോക്കാൻ പറ്റും, ആ ചിന്ത മനസ്സെപ്പോഴും ഉണ്ടായിരുന്നു പുള്ളിക്ക്. ഹസ്ബൻഡൊക്കെ ഇതേ പറഞ്ഞുള്ളൂ, എനിക്ക് അച്ഛനെ കുറച്ചാൾ നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്, അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് സമ്മതിച്ചു. കല്യാണം കഴിഞ്ഞു. പോയി ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡ് ദുശ്ശീലങ്ങളൊന്നുമില്ല, പക്ഷെ ആൾ ഭയങ്കര ആവശ്യമാണ്. ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്, ഒന്നും സൂക്ഷിക്കത്തില്ല. അപ്പോൾ വഴക്കുണ്ടാകുന്നോർത്തൊന്നും പുള്ളിക്കാരി വേണ്ടതില്ലായിരുന്നു. പക്ഷെ അതങ്ങനെ ജോലിക്ക് പോകാൻ പറ്റിയില്ല. ക്യാരിങ്ങിലായി റെസ്റ്റ് വേണ്ടി വന്നു, ജോലി തന്നെ വന്നു. സ്വപ്നങ്ങളെ പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ എപ്പോഴും ഹസ്ബൻഡ് ഉപദേശിക്കും, പക്ഷെ ഹസ്ബൻഡ് ദേഷ്യം പറഞ്ഞുകൊണ്ട് മിണ്ടാറില്ല. ഈ വന്ന ഗോൾഡൊക്കെ പണയം വയ്ക്കേണ്ടി വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് ടെൻഷനായി തുടങ്ങി ജീവിതത്തെക്കുറിച്ച്. ഈ ഹസ്ബൻഡ് അമ്മയുടെ ഒരുപാട് ആവശ്യമാണ്, ഒന്നും സേവ് ചെയ്യത്തില്ല.
അപ്പോൾ താങ്കളുടെ ലൈഫ് നമ്മുടെ ലൈഫ് എന്തായാലും നേരെ ഓപ്പോസിറ്റ് അവരുടെ ലൈഫ് എന്ന് മനസ്സിലായി. അങ്ങനെ കുട്ടിയുണ്ടായി. കുട്ടിയുണ്ടായിട്ട് 3 വർഷത്തോളം ജോലിക്ക് പോയിരുന്നു. പിന്നീട് ജോലിക്ക് കിട്ടി. അപ്പോഴും പഴയ സ്വപ്നങ്ങൾ, ഇനി പോണിയായിരിക്കും, അച്ഛനെ നോക്കാൻ പറ്റും, പകുതി പൈസ എങ്ങനെ അച്ഛന് അയച്ചു കൊടുക്കണം, ആ ചിന്ത മനസ്സിൽ പിന്നെയും വന്നു. അപ്പോൾ അവിടെയും തടസ്സങ്ങൾ വന്നു. കൊച്ചിനെ എപ്പോഴും മേലായി, പിന്നെ അമ്മായിയമ്മ കൊച്ചിനെ നോക്കുന്നതിന് പേടി. അത്യാവശ്യം നല്ല ജോലിയായിരുന്നു, അപ്പോൾ അത് പിന്നെയും നിർത്തേണ്ടി വന്നു. അപ്പോൾ ജീവിതം സ്ട്രഗിളിങ് ആയി പിന്നെയും തുടങ്ങി. ചില സ്വപ്നങ്ങളൊക്കെ പാതിയോടെ ഉപേക്ഷിക്കേണ്ടി വരും.